ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി എന്നിട്ട് ദേവയാനിയോട് പറയുകയാണ് കേട്ടോ, നീ എന്തിനാ ഇവിടെ കിടന്നൊക്കെ തന്നെ കഷ്ടപ്പെടുന്നേ, ബാക്കിയുള്ളവരോട് വിളിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി വരുന്നുണ്ട്, അത് സാരമില്ലമ്മേ, എനിക്കിപ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ലല്ലോ, ഇത് നവിക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് വേറെ ആരും വരുവല്ല, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ സ്വന്തം വരുമ്പോഴോ ഞാനിപ്പം അംഗീകരിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അമ്മയ്ക്ക് ഊഹിക്കാമല്ലോ എന്ന് പറയും കേട്ടോ. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, നിന്നെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ലോ, മാറ്, ഞാനിവിടെ സഹായിക്കാമെന്ന് പറഞ്ഞ് സഹായിക്കാൻ കൂടുക കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ മരുമോളെ കൂട്ടിക്കൊണ്ട് വന്നേടെ നീ വേദനിക്കുമൊന്നും വേണ്ട, ഈ വീട്ടിൽ മറ്റുള്ളവരെ പോലെയൊന്നുമല്ല, നയനമോക്ക് മാത്രമേ ഈ വീട്ടിൽ ജീവിക്കാൻ ഒരുപാട് അർഹതയുണ്ട്, അത് നിനക്ക് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കില്ല ദേവയാനി എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായമ്മേ, ഇപ്പോൾ ആരേക്കാളും എനിക്ക് അവളെ അറിയാം. അതേസമയം നന്ദുവാണ് ഈ ജോത്സ്യർ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് കാരണം ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത്, നാളെ അനന്തപുരിയിലോട്ട് പോകുന്ന കാര്യമാണോ? എന്തായാലും മുത്തശ്ശനും ആദർശമോനൊക്കെ വിളിച്ച് പറഞ്ഞതാ, അതുകൊണ്ട് അനാമികയുടെ കാര്യം ഓർക്കണ്ട, പോയില്ലെങ്കിൽ അവർക്കൊക്കെ അത് വലിയ അപമാനമാവും എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അത് തന്നെ ഓർക്കുന്നേ എന്ന് കള്ളം പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി അവളെ പേടിച്ചിരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ ഞാൻ SI സെലക്ഷൻ കിട്ടുമെന്ന് ജോത്സ്യർ പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, അത് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ, അതുകൊണ്ട് ആ കുപ്പായം കൂടി ഇടുമ്പോഴത്തേക്കും ഒരു പവർ കൂടുമല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ പവർ കൂടി കഴിയുമ്പം ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും ഒക്കെ പോയി ഓരോ പ്രശ്നങ്ങളിൽ ചാടിയേക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണുന്നതാണ് എല്ലാ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം, അതുകൊണ്ട് പറഞ്ഞ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ആദർശം നയനെ തിരിച്ച് നവിയുടെ ചടങ്ങുള്ളതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഈ ചടങ്ങുള്ളതുകൊണ്ടാണ് നേരത്തെ വരേണ്ടി വന്നത്, അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. എന്നിട്ട് ആദർശം വരുന്നുണ്ട്, നീ പിന്നെ എവിടെയും പോയില്ലല്ലോ, നിന്നെ എവിടെയൊക്കെയോ കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല നന്ദു അച്ഛൻ്റെ കാശ് കളയണ്ടല്ലോ എന്നോർത്ത് പല സമയത്തും എവിടെയും പോയിട്ടില്ല, ആകെ പോയേക്കുന്ന നവീച്ചി മാത്രമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ആദർശം വരുന്നുണ്ട്, അല്ലെങ്കിലും അവൾ പണ്ട് തൊട്ടേ അവളുടെ കാര്യത്തിൽ സെൽഫിഷ് ആണല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശിയോട് ജലജ ഇങ്ങനെ, നിങ്ങളെന്നെ എടുത്ത് സ്വന്തം മോളെ പോലെ വളർത്തിയാലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും എന്ന് പറയും കേട്ടോ. അതേ സമയത്ത് ആദർശം നയനയും വരുന്ന കണ്ട് നവ്യ മോളിൽ നിന്ന് ഓടിച്ചാടി വരുവാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ മോളെ, ഇതേ കൂടി ഓടിപ്പോകുന്നേ, പയ്യൊക്കെ ഈ സമയത്ത് ഇതൊക്കെ പറയണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പെട്ടെന്ന് സ്റ്റക്കായിട്ടങ്ങ് നിൽക്കുവാണ്. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, അവളുടെ വയറ്റിലെ പോലെ ആയിരിക്കുമല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും അവളെ പോലെ തന്നെ, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊന്നും പറ്റുമെന്ന് ആരും ഓർക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ആദർശം നയനയും കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ദേവടുത്തോളം വന്നല്ലോ, എല്ലാം കണ്ട് കറങ്ങി, ആദ്യമായിട്ട് അവളിങ്ങനെ കറങ്ങിയിട്ടുണ്ടാവുന്നേ, അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് കാണാനും ഉണ്ട് എന്നിങ്ങനെ കളിയാക്കി പറയും കേട്ടോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനോ ചെയ്യുന്നില്ല, ചെയ്യുന്നവർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയാം, അവനെങ്ങനെ ചെയ്യാനാ, നിന്നെ കെട്ടിയ പിന്നെ അവൻ ഈ വീട്ടിലോട്ട് വരണമെന്ന് പോലും ഇല്ലയെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടിരിക്കുന്ന മുത്തശ്ശിവരാണ്, അതൊന്നും നീ പറയണ്ട, കെട്ടിന് മുമ്പ് അവൻ ഈ വീട്ടിലോട്ട് വരണമെന്നൊന്നുമില്ല, പിന്നെ മുത്തശ്ശനെ പേടിച്ച് അവൻ സമയത്തും കാലത്തും വീട്ടിൽ കയറിക്കൊണ്ടിരുന്നേ എന്നൊക്കെ പറയും കേട്ടോ. ആദർശനെ നയനയും ദേവേനെയും എപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് കാണുവാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ ഓടി വരുവാണ്. എന്നിട്ട് അവരെ കാണുമ്പോഴത്തേക്കും, വന്നോ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആദർശനോട് മാത്രമായിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ്, യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു അമ്മേ, നവിയുടെ ചടങ്ങുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വന്നേ എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ അവന് വരാൻ താല്പര്യമില്ലായിരുന്നു, ഭാര്യയുടെ കൂടെ കറങ്ങാനായിരുന്നു താല്പര്യം എന്ന് പറയുമ്പോഴേക്കും ആദർശ് ദേവയാനിക്ക് മേടിച്ചൊരു സാരി കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്, ഇത് നീ സെലക്ട് ചെയ്ത് തന്നെയാണല്ലോ അല്ലേ, വേറെ ആരും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് നയനയും പെട്ടെന്ന് പറയുന്നുണ്ട്, ആദർശ് തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന് കള്ളം പറയും കേട്ടോ. അപ്പോഴത്തേക്കും ചിലത് പറയാണ്, അല്ല അവൾ ഭയങ്കര ഡിസൈനർ ആയതുകൊണ്ട് പറയാൻ പറ്റുമല്ലോ, ഭയങ്കര ഡിസൈനുള്ള സാരി ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്, കള്ളം പറയുവാണോ എന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെയാണെങ്കിൽ എന്താ ആ സാരി നിനക്ക് വേണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അത് കഴിക്കുന്ന ജലജയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. അപ്പോൾ ജലജ പറയും, എനിക്കൊന്നും വേണ്ടേ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ദേവേനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ തരില്ല, ഇതെൻ്റെ മരുമോൾ എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നേ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് കയറി പോവാം കേട്ടോ. അതേസമയം മുറിയിലെത്തുമ്പോഴേക്കും ആദർശൻ അതിനോട് പറയാം, ഞാൻ സെലക്ട് ചെയ്താന്ന് പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ ആ സാരി പോലും മേടിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ.
എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ അമ്മയ്ക്ക് ഏറ്റവും മാച്ചായ കളർ തന്നെയാണ് എടുത്തത്, അമ്മയ്ക്ക് ഇത്രയും നല്ലൊരു കളറ് ഞാൻ പോലും ഇതുവരെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് ദേവയാനി പുറത്ത് നിൽപ്പുണ്ട്. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നവിക്ക് മേടിച്ച സാരിയായിട്ട് നയൻ്റെ ചെല്ലുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇത് കൊടുത്താൽ മതി, ഇത് ഞങ്ങൾ മേടിച്ചാന്ന് പറയുമ്പോഴേക്കും നവിക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. നവി പറയുന്നുണ്ട്, ഇന്ന് ചടങ്ങായിട്ട് അഭി എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോലുമില്ല, ഒരു സാരി വേണമെന്ന് പോലും അവൻ ചോദിച്ചിട്ടില്ല, നിങ്ങളതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തല്ലോ, നീ എന്തായാലും ഭാഗ്യവതിയാ മോളെ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴേക്കും അഭിക്ക് മാറ്റമൊക്കെ ഉണ്ടാവുമായിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴും നവ്യ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അവൻ്റെ സ്വഭാവം അറിയാമല്ലോ, അതിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല, നിങ്ങൾ എനിക്കിങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നേ മാത്രമേ എനിക്കിപ്പോൾ ഒരു ആശ്വാസമുള്ളൂ എന്നൊക്കെ പറയുവാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞ് നവ്യയോട് നയന പറയുവാണ്, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, പെട്ടെന്ന് സാരിയൊക്കെ എടുത്ത് റെഡിയാവുക, അച്ഛനും അമ്മയൊക്കെ ഇപ്പം വരുമല്ലോ, ബാക്കി മേക്കപ്പൊക്കെ ഞാൻ വന്നിട്ട് തരാമെന്ന് പറയും കേട്ടോ. അതേ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മ പോലും അടുക്കള കയറിയിട്ടില്ല ഇന്ന് അവർ വരുമ്പോൾ, അതും ആദർശേൻ്റെ അമ്മയെ കയറുക, നീ എന്തായാലും ഭാഗ്യവതിയാ മോളെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചേക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും